റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് മുട്ടച്ചോറ്, അതായത് എഗ് റൈസ്. നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതും വീട്ടിൽ മലക്കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ മുമ്പിൽ നിന്ന് ഒട്ടും പുറകിൽ പോകാത്ത ഒരു റൈസാണേ. ഞങ്ങളിപ്പോൾ 4 പേർക്ക് കഴിക്കാനുള്ള അളവിന് ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 പല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക്, 4 പേർക്ക് 6 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില. ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് അല്പം മിസ്സായി പോയതാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ് ആദ്യമേ ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് തീ വളരെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് പോലെ സോട്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് സോട്ടായി വരണം. ഇനി നമുക്ക് നമ്മുടെ പൊടി വകകളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, അല്പം പെപ്പർ പൊടി ഇട്ട് കൊടുക്കുക, അതൊരു ഫ്ലേവറാണ്. 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരല്പം ഗരം മസാലപ്പൊടി. ഇത്രയാണ് പൊടികൾ നമുക്ക് വേണ്ടത്. ആ പൊടികളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വരണേ, അപ്പോഴാണ് ടേസ്റ്റ് വരിക. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് 4 പേർക്ക് 6 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്കാണ് നിങ്ങൾ വെക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു 2 മുട്ട കൂടുതലിടണം. കാരണം നമുക്ക് ചോറിൽ ആ മുട്ട ഇടയ്ക്കിടയ്ക്ക് കിടക്കണമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ മുട്ടയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം ആ തവിയുടെ മൂട് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് ആ മുട്ടയെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ഒരു എഗ് ബുർജി എന്ന് പറയത്തില്ലേ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇനി നമ്മൾ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതരി ആയിരുന്നാലും മതി. നമ്മൾ സാധാരണ വെക്കുന്ന ഡൊപ്പി അരിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ചോറ് അങ്ങോട്ട് ആദ്യം കുറേ ചോറ് നിരത്തിയിട്ടിട്ട് കുറച്ച് മുട്ട ഇളക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. ചൂട് ചോറായതുകൊണ്ട് നെയ്യ് കട്ടിയായിരുന്നാലും അങ്ങ് ഉരുകി ചേർന്നോളും. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കുക. നമ്മൾ ബിരിയാണിയൊക്കെ ലെയർ ചെയ്യുന്നത് പോലെ അങ്ങനെ ലെയർ ചെയ്തിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് എല്ലായിടത്തും അങ്ങ് നന്നായിട്ട് ഇളവി കിട്ടും. അല്പം ചോറിട്ട് കൊടുക്കുക, വീണ്ടും പിന്നെയും ആ മുട്ട ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇളക്കിയെടുത്താൽ മതി. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്നുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇപ്പം നന്നായിട്ട് നല്ല രീതിയിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോറ് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. ഒരു 3/4 വേവിനെ ചോറെടുക്കാവുള്ളൂ. അപ്പോഴേ അത് നല്ല ഉതിരുതിരായിട്ട് കിടക്കുള്ളൂ. ഇനി മല്ലിയിലയും കൂടെ ഒന്ന് തൂവി വെതറി കൊടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. Have a good day. Bye.